സ്നേഹം നിറഞ്ഞ വികാരി അച്ഛ, കൊച്ചച്ച, സാൻഡോ അച്ഛ, മറ്റ് സഹവൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ ഇടവക ഒന്നിച്ച് നടത്തുന്ന എല്ലാവരും പ്രസ്തേന്തിമാരാകുന്ന തിരുനാളാണ്. അതുകൊണ്ട് പ്രസ്തേന്തിമാരായ എല്ലാ ഇടവക ജനങ്ങളെയും, എല്ലാ മാതാപിതാക്കളെയും, എല്ലാ യുവജനങ്ങളെയും, കുഞ്ഞുമക്കളെയും ഒക്കെ സ്നേഹത്തോടെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഓഗസ്റ്റ് 15 നാളെയല്ലേ ഇൻഡിപെൻഡൻസ് ഡേ? അത് നാളെ. ഇന്നെന്താ പ്രത്യേകത? പിള്ളേരോട് ചോദിച്ചാൽ പെട്ടെന്ന് പിള്ളേർ പറയുന്നൊരു ഉത്തരം എന്തായിരിക്കും എന്നറിയാമോ? ഇന്നാണ് രജനീകാന്തിൻ്റെ കൂലി സിനിമ റിലീസാകുന്നത്. അത് കണ്ടാരെങ്കിലൊക്കെ ഉണ്ടോ ഇവിടെ? ഈ തിരക്കിനടുക്കിൽ അത് കാണാനായിട്ട് ഭാഗ്യം ലഭിച്ച, പരിശ്രമിച്ച ചെറുപ്പക്കാരികൾ അപ്പോൾ പുറത്തുണ്ടായിരിക്കും പള്ളിക്ക്. എനിവേ, സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് എല്ലാ കൊല്ലവും വർഷങ്ങളായിട്ട് നമ്മൾ നടത്തുന്ന തിരുനാളാണ് പള്ളിപ്പുറത്ത് അമ്മയുടെ ഓഗസ്റ്റ് 15 തിരുനാൾ. ഒരുപക്ഷെ അരൂക്കുറ്റി മുതൽ ഇങ്ങോട്ട് ചേർത്തല വരെ ഈ കരയിലെ ഏറ്റവും പ്രമാദമായ, ഏറ്റവും വലുതും ഏറ്റവും കൊണ്ടാടപ്പെട്ടിട്ടുള്ളതും ഏറ്റവും പൈതൃകമുള്ളതുമായ തിരുനാളാണെന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടുകാർക്കും അറിയാതെ. തീർച്ചയായിട്ടും ഇന്ന് ഈ തിരുനാളിനിടയിൽ അതിൻ്റെ ഒരു ഭാഗമാകാനും ഒരു വാക്ക് സുവിശേഷ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാനും എന്നെ നമ്മുടെ പീറ്റർ കണ്ണമ്പുഴ വികാരി അച്ഛൻ വിളിച്ചപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി. അത് പീറ്റർ അച്ഛൻ വിളിച്ചതിൻ്റെ പേരിൽ മാത്രമല്ല ഞാൻ വന്നത്, നോട്ടീസിൽ എൻ്റെ പേരടിച്ചത് കൊണ്ട് മാത്രമല്ല വന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു വലിയ നൊസ്റ്റാൾജി എൻ്റെ പിറകിലുണ്ട്. അതും കൂടിയാണ് ഞാനിവിടെ വരാനുള്ള കാരണമെന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ നൊസ്റ്റാൾജി എൻ്റെ ഇടവക പാണാവള്ളിയാണ്, എൻ്റെ ഫൊറോനയാണിത്. ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ വ്യത്യാസം പോലും ഇല്ല പാണാവള്ളി എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അരൂക്കുറ്റി തൊട്ട് ചേർത്തല വരെയുള്ള ഈ കരയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ലുലു മാൾ വന്നിട്ടില്ല, ഫോറം മാൾ ഇല്ല. ഓക്കെ, അപ്പോൾ അന്നത്തെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്യൂസ്മെൻറ്റ് മാർക്കിൽ പോകാനോ, ഒരു ലുലു മാൾ സന്ദർശിക്കാനോ, ഒരു ഫോറം മാളിൽ പോയിട്ട് സിനിമ കാണാനോ, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർട്ടിൽ പോയിട്ട് വ്യത്യസ്ത ഇനം ഐറ്റംസ് മേടിക്കാനോ, ലുലു കണക്റ്റിൽ പോയിട്ട് ഇലക്ട്രോണിക് സാധനങ്ങൾ മേടിക്കാനോ ഒന്നും നമുക്കൊന്ന് പാങ്ങില്ല. അന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ലുലു മാളും ഞങ്ങളുടെ ഒബ്രോൺ മാളും ഞങ്ങളുടെ ഫോറം മാളും ഒക്കെ ഈ പള്ളിപ്പുറം പള്ളി പെരുന്നാളായിരുന്നു എന്നുള്ളതാണ്. അന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കേണ്ട വലിയ ക്രോക്കറി ഷോപ്പുകളൊന്നും ഇല്ല. ചട്ടിയും കലവും മേടിക്കണമെങ്കിൽ ഒരു ഓഗസ്റ്റ് 15 വരണം ഇവിടെ എത്താനായിട്ട്. അന്ന് നമുക്ക് ഇതുപോലെ ലുലു ഹൈപ്പർ മാർട്ടിൽ പോയിട്ട് മട്ടനോ ചിക്കനോ ഒന്നും മേടിക്കാനായിട്ട് അത്രയും സംവിധാനങ്ങളില്ല. ഇവിടെ ഓഗസ്റ്റ് 15 ലൈവായിട്ട് പന്നീനെ വെട്ടുന്ന കാണാം. വെട്ടുന്ന വഴി നമുക്ക് ഇറച്ചി തുണ്ടം മേടിച്ചുകൊണ്ട് പോകാം എന്നുള്ളതാണ്. അന്ന് നമുക്ക് ഫർണിച്ചർ ഷോപ്പുകളോ ഹോം അപ്ലയൻസസോ ഇല്ല. നമ്മളൊരു കട്ടിലും കസേരയും ഒരു നല്ല അലമാരയും മേടിക്കണമെങ്കിൽ ഓഗസ്റ്റ് 15 പെരുന്നാൾ വരണം. എന്നിട്ടും തീർന്നോ? ഒരു കൊല്ലത്തേക്ക് ഉപയോഗിക്കാനുള്ള ഉണക്കമീൻ മേടിക്കുന്നത്, കൊടംപുളി മേടിക്കുന്നത്, കിടക്കാനുള്ള പായും തലവണയും മേടിക്കുന്നത്, നമ്മുടെ എല്ലാമായിരുന്നു ഈ പള്ളി പെരുന്നാൾ. ഒരുപക്ഷെ എൻ്റെ ഓർമ്മയിലെ ഒരു ലുലുമാളിൽ പോകുന്ന ഫീലോടുകൂടി ഞങ്ങൾ വന്ന പള്ളി പെരുന്നാൾ ഇതാണ്. മാതാവൊക്കെ പിന്നെയാണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എൻ്റെ നൊസ്റ്റാൾജിയ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മാളും ഞങ്ങളുടെ ഹൈപ്പർ മാർട്ടും ഞങ്ങളുടെ കണക്റ്റും എല്ലാം ഈ പള്ളി പെരുന്നാളായിരുന്നു. തീർന്നില്ല, ഇവിടുന്ന് അങ്ങോട്ട് കുരിശടി വരെ നമുക്ക് നടക്കാം. ഇഷ്ടംപോലെ സാധനങ്ങൾ ഇപ്പോഴും ഈ ചട്ടിയും കലവും പായയൊക്കെ ഔട്ട്ഡേറ്റഡ് ആയെങ്കിൽ പോലും ഇപ്പോഴും സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടം വരെ നമുക്ക് ഈ സാധനങ്ങളെല്ലാം നോക്കി നടക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ ഇൻട്രസ്റ്റ്. പുതിയ ഐറ്റംസ്, ഉണക്കമീനിൻ്റെ മണം, കൊടംപുളിയുടെ മണം, ഇതെല്ലാം കൊണ്ട് നമ്മളിങ്ങനെ നടക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം ഞങ്ങൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, ഒന്ന് നന്നായിട്ട് വായി നോക്കാൻ പറ്റുന്ന അത്യാവശ്യം കളക്ഷനുള്ളൊരു സമയം ഈ വരുന്ന 14 15 അത്യാവശ്യം നമ്മുടെ ചേച്ചിമാരൊക്കെ അണിഞ്ഞൊരുങ്ങി വരുന്ന പിള്ളേരെയൊക്കെ ഒന്ന് കാണാം, ഒന്ന് ഒലിപ്പിച്ച് വായി നോക്കാൻ പറ്റുന്ന ഒരു ദിവസം. എൻ്റെ പ്രിയപ്പെട്ടവർ, സത്യസന്ധമായിട്ട് പറഞ്ഞ ഈ 3 കഴിഞ്ഞിട്ട് എനിക്ക് മാതാവൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ നൊസ്റ്റാൾജി ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഈ പള്ളി പെരുന്നാളിനെ വിളിച്ചപ്പോൾ ഓടി വരാൻ തോന്നുമ്പോൾ മനസ്സിലേക്ക് ഈ ഫ്ലാഷ് ബാക്കുകളാണ് അടിച്ചത്. ഇനി മാതാവിലേക്ക് വരാൻ കേട്ടോ, പ്രസംഗത്തിന് വിളിച്ചതായതുകൊണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ വികാരിജനൻ അടിക്കും. അപ്പോൾ സ്നേഹം നിറഞ്ഞവരെ, ഇതൊക്കെയാണ് ആദ്യത്തെ നൊസ്റ്റാൾജി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈബിൾ കലോത്സവം നടക്കുകയാണെങ്കിൽ, ഒരു CLC കലോത്സവം നടക്കുകയാണെങ്കിൽ, ഒരു തിരുബാലസിക്കും കലോത്സവം നടക്കുകയാണെങ്കിൽ
കാറ്റഗിസത്തിലെ എന്തെങ്കിലും പരിപാടി നടക്കുകയാണെങ്കിൽ നമുക്ക് അന്നും ഇന്നും നടത്താനായിട്ട് ആകെയുള്ളത് ഈ പള്ളിപ്പുറം പള്ളിയും ഈ പള്ളി സ്കൂളുമാണ്. അപ്പം അതുകൊണ്ട് കൊച്ചുകാലങ്ങളിൽ ഓരോ മത്സരങ്ങൾക്കും അംഗമൊരുക്കാനും മത്സരിക്കാനും നാടകങ്ങൾക്കും ആവേശത്തോടെ വന്നിരുന്ന മണ്ണാണ്. അതുകൊണ്ട് ഈ പള്ളിമേടയിലെ ഓരോ മുറിയും ഞങ്ങൾക്കറിയാം, ഈ സ്കൂളിലെ ഓരോ സ്റ്റേജും ഞങ്ങൾക്കറിയാം, ഈ തെരുവുകളിൽ ഞങ്ങൾ തെരുവ് നാടകം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫൊറോനക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മാറ്റുരയ്ക്കുന്നതും കഴിവ് തെളിയിക്കുന്നതും നാലാളെ കാണുന്നതും അങ്ങനെ വർഷാവർഷങ്ങളിൽ നടക്കുന്ന ഇത്തരം പരിപാടികളാണ് ഫൊറോന എന്ന് പറയുന്നൊരു വികാരം. ഇനി അതൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പള്ളി അകത്തേക്ക് കയറുന്നതും ഈ പള്ളിയിലുള്ള മാധവനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നതും. അപ്പോൾ തീർച്ചയായും ഒരുപാട് സന്തോഷവും നൊസ്റ്റാൾജിയും ഉണ്ടെന്നുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ. നമ്മളിന്നൊരു വൈകുന്നേരം കണ്ണമ്പുഴ അച്ഛൻ്റെ മനോഹരമായ വേസ്പര നമ്മൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വർഷാവർഷങ്ങളിൽ ഈ തലേന്നത്തെ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഇതാണെന്ന് നമുക്കറിയാം. ഇത് കഴിഞ്ഞൊരു പ്രദക്ഷിണമുണ്ട്, നാളെ ഒരു പ്രദക്ഷിണമുണ്ട്. ഞാൻ ഇന്നീ വൈകുന്നേരം ഇവിടെ നിൽക്കുമ്പോൾ ഒരു 73 വർഷം മുൻപത്തെ ഒരു വൈകുന്നേരത്തിന് ഓർത്തെടുക്കാൻ പോവാണ്. ഞാനൊന്ന് ജനിച്ചിട്ടില്ല, എൻ്റെ അമ്മ ഇന്ന് ഈ പള്ളി വന്നിട്ടുണ്ട്, പ്ലാനിങ്ങിൽ പോലും ഇല്ല. അത്രയും പഴക്കമുള്ള ഒരു കൊല്ലത്തെ ഒരു സംഭവം മാത്രം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ അന്നത്തെ എറണാകുളം മെത്രാസന മന്ദിരത്തിൻ്റെ മുറ്റത്ത് ഒരു മെത്രാപ്പൗലിത്ത ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഈ മെത്രാപ്പോലിത്ത ഉലാത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം. വൈകുന്നേരത്തിന് നേരം കനക്കുമ്പോഴും ഇരുട്ട് കനക്കുമ്പോഴും ഈ മെത്രാപ്പോലിത്തയ്ക്ക് ടെൻഷൻ കൂടി വരാണ്. ടെൻഷൻ കൂടി വരുന്നതിന് എന്താണ് കാരണം എന്നുള്ളതാണ് പ്രശ്നം. അന്ന് എറണാകുളം മെത്രാസന മന്ദിരത്തിൽ കൊല്ലവർഷം 1953 അന്ന് വത്തിക്കാനിൽ നിന്ന് ഒരു കർദിനാൾ, വിശ്വാസ തിരുസംഘത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള കർദിനാൾ എവുജിൻ തിസ്രങ് വന്നേക്കാണ്. അതിനെന്താ കുഴപ്പം? ചായയും വടയും കൊടുത്താൽ പോരെ? വൈകുന്നേരം ഭക്ഷണം കൊടുത്താൽ പോരെ? കിടത്തി ഉറക്കിയാൽ പോരെ? എന്തിനാണ് ഈ മെത്രാപ്പോലിത്ത കിടന്ന് ഉലാത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇത്രയേ ഉള്ളൂ. വൈകുന്നേരമായപ്പോൾ ഈ എവുജിൻ തിസ്രങ് എന്ന് പറയുന്ന വിദേശിയായ കർദിനാള് നമ്മുടെ അന്നത്തെ മെത്രാപ്പോലിത്തയായ അഗസ്റ്റിൻ കണ്ടത്തിലിനോട് പറഞ്ഞു, പിതാവെ വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊന്ന് ഈവനിങ് വോക്കിന് പോകാം. ഈവനിങ് വോക്ക് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ബ്രോഡ്വേയുടെ പ്രാന്തപ്രദേശങ്ങളാണ്. അവിടെ കൂടി പോകുമ്പോൾ നമ്മുടെ പിതാവിനൊരു ടെൻഷൻ, എന്ത് കാഴ്ചകളായിരിക്കും കാണുന്നത്. ഒന്നാമത് നമ്മുടെ ചേട്ടന്മാർ പണിയും കഴിഞ്ഞ് വന്ന സമയമാണ് ഈ വൈകുന്നേരം 7 മണി. ഏതായാലും പിതാവ് പോകുന്ന വഴിക്ക് 5-6 നമ്മുടെ ഇതുപോലെ കുടുംബങ്ങളുണ്ട്, ക്രൈസ്തവ കുടുംബങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തെ വഴിയിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു വലിയ ശതമാനം യൂണിറ്റുകൾ അവിടെയാണ്. അപ്പം നമ്മുടെ പിതാവിന് ടെൻഷൻ, എന്ത് കാഴ്ചകൾ കാണും, നമ്മളെപ്പറ്റി ഈ പിതാവിനുണ്ടാകുന്ന ഇംപ്രഷൻ എന്തായിരിക്കും, ഒരു മതിപ്പുണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും അങ്കലാപ്പും വരുന്നു. അങ്ങനെ 7 മണി കുരിശുമണി അടിച്ചു. നമ്മുടെ മെത്രാപ്പോലിത്ത കണ്ടത്തിൽ പിതാവും ഈ കർദിനാൾ എവുജിൻ തിസ്രങ്ങും കൂടി നടക്കാനിറങ്ങി. നടന്ന് നമ്മൾ ഇന്ന് കാണുന്ന ബ്രോഡ്വേ, ജൂത തെരുവ്, അതിൻ്റെയൊക്കെ വക്കിൽ കൂടി ഇവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 7 മണി അടിച്ചതും പല വീടുകളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ നമ്മുടെ തിസ്രങ് കേൾക്കാൻ തുടങ്ങി. ബളബള ബളബള എന്നാണ് പുള്ളി കേൾക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ പുള്ളി ഒരു തെരുവ് കഴിഞ്ഞ് അടുത്ത തെരുവിലേക്ക് പോകുമ്പോഴും അവിടെയും ഒരു തിരി കത്തിച്ചിട്ടുണ്ട്, വട്ടത്തിൽ ആളുകൾ നിൽക്കുന്നുണ്ട്, എന്തൊക്കെയോ ബളബള എന്ന് പറയുന്നുണ്ട്. പുള്ളി 3-ാമത്തെ തെരുവിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ആളുകൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. തിസ്രാങ്ങിന് കാര്യം മനസ്സിലായില്ല. പുള്ളി മെത്രാപ്പൊലിത്ത് വിളിച്ചു, ഇതെന്താ സംഭവം, ഇത് നിങ്ങൾ എന്തായി പറയുന്നത്? അപ്പോൾ നമ്മുടെ മെത്രാപ്പൊലിത്ത് പറഞ്ഞു, പിതാവേ നേരത്തെ കേട്ടത് കുരിശുമണിയാണ്. അത് 7 മണിക്ക് അടിക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ കുടുംബം ഒന്നിച്ചിരുന്ന് കൊന്ത ചെല്ലുന്ന പരിപാടിയാണ്. ആ കൊന്തയാണ് പിതാവ് കേൾക്കണത്. ആ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിലാണ്. സംഭവം നന്മ നിറഞ്ഞ മറിയമേ സുസ്തിയാണ്, ഇതാണ് സംഭവം. അങ്ങനെ ആ വൈകുന്നേരം 7:30 വരെ നടക്കുമ്പോഴും എല്ലാ വീടുകളിലും ഒരേ സമയത്ത് എല്ലാ അംഗങ്ങളും ചേർന്ന് കൊന്തയെത്തിക്കുന്ന ഒരു പതിവ് കണ്ടപ്പോൾ പുള്ളിയുടെ കിളി പോയി. കാരണം അദ്ദേഹം വിശ്വാസ തിരുസംഘത്തിൻ്റെ അധ്യക്ഷനാണ്. യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും ഏഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റെവിടെയും പുള്ളി ഇതുപോലൊരു പാരമ്പര്യം കണ്ടിട്ടില്ല, ഇതുപോലൊരു പൈതൃകം കണ്ടില്ല. അതിനുശേഷം പുള്ളി പിറ്റേന്ന് പോകാൻ നേരത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നാൾ വഴി പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വിട്ടു, ഞാൻ ലോകത്തിലെ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ആഴമുള്ള ഒരു വിശ്വാസ സമൂഹത്തെ ഞാൻ കണ്ടിട്ടില്ല. കർദിനാൾ എവുജിൻ തിസ്രങ് ഒപ്പ്. നിങ്ങൾ ചെന്നാൽ ഇപ്പോഴും ആർക്കീവ്സിൽ രേഖ കാണാൻ പറ്റും. ഞാൻ തള്ളി മറിച്ചതല്ല. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ പള്ളിപ്പുറത്ത് വന്നിട്ട് ഈ സായാഹ്നത്തിൽ ഞാൻ എന്തിനാണിത് വീണ്ടും പറയുന്നത്? ഞാൻ പറയുന്നത് വെറുതെ ഒരു കോമഡിക്ക് വേണ്ടിയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ 2025 ഈ ഓഗസ്റ്റ് 14 കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിയോടെ അടുക്കും. ഞാൻ വെറുതെ ഒരു കോമഡിക്ക് ചോദിക്കുകയാണ്, ഒന്ന് ചിന്തിച്ചാൽ മതി.
ഈ കർദിനാൾ തിസ്രങ്ങും ഈ കണ്ടത്തിൽ പിതാവും വീണ്ടും വന്നുവെന്ന് നിങ്ങൾ കരുതുക. ചുമ്മാ വെറുതെ ഒരു കോമഡിക്ക്. അങ്ങനെ ഒരു 6:30, 6:45 അവർ ഈ പള്ളിപ്പുറത്ത് വന്നു എന്ന് വിചാരിക്കുക. തിരുനാളിൻ്റെ ബഹളങ്ങളൊക്കെ ഉണ്ട്, അത് വിട് നിങ്ങൾ. പള്ളിപ്പുറത്ത് വന്നിട്ട് ഈ 7 മണി അടിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ ഈ വഴി അങ്ങോട്ട് ഇറങ്ങി ആ ഒറ്റപ്പുന്ന വഴി അങ്ങോട്ട് പോയി, അല്ല തവണക്കടവിലേക്കുള്ള റൂട്ട് പോയി, അല്ല ഈ വഴിയൊക്കെ ഒന്ന് നടക്കുന്നു എന്ന് വെറുതെ സങ്കല്പിക്കുക. ഈ 7 മണിക്ക് എന്തായിരിക്കും ഇവർ കേൾക്കുക? എൻ്റെ വെറുതെ ഒരു കൗതുകത്തിനുള്ള ചോദ്യമാണ്. എന്തൊക്കെയായിരിക്കും ഇവർ കേൾക്കുക? ഒരുപക്ഷെ ബിഗ് ബോസിൻ്റെ പുതിയ സീസണിൽ നിന്ന് രേണു സുധി പുറത്താക്കപ്പെടുമോ, അപ്പാനി രവി കപ്പടിക്കുമോ എന്നുള്ള ചിന്തയാണോ? അതോ ഇനി IPLൻ്റെ പുതിയ ഗെയിമുകൾ ഏതൊക്കെയാണ്, ആരൊക്കെ കപ്പടിക്കുമെന്നുള്ള ചിന്തയാണോ? അതോ ഇനി പത്തരമാറ്റ്, മൗനരാഗം, കുടുംബവിളക്ക്, കുങ്കുമപ്പൂ, ഇതിലേക്ക് എപ്പിസോഡുകളെ പറ്റിയുള്ള ചിന്തകളും അതിൻ്റെ ഡയലോഗുകളോ ആയിരിക്കുമോ? എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കുരിശുവര കേൾക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ലോപിച്ച് ഒറ്റ രഹസ്യമാക്കിയോ മരിച്ച വിശ്വാസികളുടെ ആക്കിയോ തീർക്കുന്ന പതിവായിരിക്കും നമുക്ക്. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പള്ളിപ്പുറംകാരെ മാത്രം കളിയാക്കാനല്ല, ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ ഇടവക ഉൾപ്പെടെ തന്നെ ഞാൻ ചിന്തിച്ചതാണ്. സ്നേഹം നിറഞ്ഞവരെ, ഞാനിത് പറയുന്നത് ഒരു വലിയ പൈതൃകം പേറുന്ന മണ്ണിലാണ് നമ്മൾ ജനിച്ചത്. ഒരുപക്ഷെ ഈ പള്ളിപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് കോക്കമംഗലം, അപ്പുറത്ത് വൈക്കം, ഇവരുടെ എല്ലാവരുടെയും ആത്മീയതയുടെ കേന്ദ്രമായി ഒരു ബോട്ടിനും ഒരു വള്ളപ്പാടിനും ഇപ്പുറം ഈ ഒരു പള്ളി ഉണ്ടായിരുന്നു. മാതാവിൻ്റെ വലിയൊരു പൈതൃകം, തോമാസ് ലീഹായുടെ വലിയൊരു വിശ്വാസ പാരമ്പര്യവും ചരിത്രവും തീർന്നോ? ചാവറ കുര്യാക്കോസസിൻ്റെ പരിശീലന കളരി, അദ്ദേഹം മാമോദീസ മുക്കിയ കൽത്തൊട്ടി, അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആദ്യ നാളുകൾ, എന്തെല്ലാം പൈതൃകവും പാരമ്പര്യവും വിശ്വാസത്തിൻ്റെ ഗരിമയും എൻ്റെ പ്രിയപ്പെട്ട പള്ളിപ്പുറംകാരെ നിങ്ങൾക്ക് അവകാശപ്പെടാനുണ്ട്. അത്തരത്തിലൊരു മണ്ണിൽ നിന്നുകൊണ്ട് കൊല്ലങ്ങൾക്കിപ്പുറം നമ്മൾ മാതാവിനെ വീണ്ടും കൊണ്ടാടുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇനി ഈ 2025 ഈ തിരുനാള് നമ്മുടെ മണ്ണിനോട്, ഈ മണ്ണിൽ നിന്ന് കാലൂന്നി നിൽക്കുന്ന നമ്മളോട് എന്താണ് പറയുക എന്ന് ചിന്തിക്കാനാണ് ഓരോ തിരുനാളും. ഇത് പറയാനും ഇത് ഓർപ്പിക്കാനും മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. സ്നേഹം നിറഞ്ഞവരെ, ഒരമ്മ സങ്കല്പമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇവിടെ പള്ളിപ്പുറത്തമ്മ, അങ്ങോട്ട് മാറിയ വെച്ചൂരമ്മ, അങ്കമാലി കഴിഞ്ഞ കൊരട്ടിമുത്തി, നമുക്ക് മുത്തിമാരും അമ്മമാരും ഒക്കെയുള്ള ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. ഏത് പഴയ സങ്കല്പങ്ങളിൽ ചെന്നാലും അവിടെയെല്ലാം അമ്മ സങ്കല്പങ്ങൾ നമുക്കുണ്ടെന്നുള്ളതാണ്. അമ്മമാരേതു നാട്ടിലും ഏത് കാലത്തും ഒന്നാണ്. വിർജീനിയ വുൾഫിൻ്റെ പ്രസിദ്ധമായൊരു വാക്കിങ്ങനെയാണ്, വിമൺ ഹാവ് നോ കൺട്രി. അമ്മമാർക്ക് രാജ്യങ്ങളില്ല. കാരണം എല്ലായിടത്തുമുള്ള അമ്മമാരുടെ സ്വഭാവവും അവരുടെ പൊതു സ്വഭാവവും അവരുടെ നേച്ചറുമൊക്കെ ഒന്നാണ്. എന്തുകൊണ്ടാണ് ഈ പഴയ സംസ്കാരങ്ങളിൽ ഒരു മുത്തി സങ്കല്പവും ഒരു അമ്മ സങ്കല്പവും ഒക്കെ നമുക്കുണ്ടായത് ഒന്ന് ചിന്തിച്ചെടുക്കുന്നത് നല്ലതാണ്. പണ്ട് നമ്മൾ പറയും, അമ്മയുള്ളിടത്ത് ദൈവമുണ്ട്, അല്ലേ? ഞാൻ പെട്ടെന്ന് ഓർക്കുമ്പോൾ 90കളിൽ റിലീസായ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത്, അല്ലെങ്കിൽ നിങ്ങളും കണ്ണീരും കയ്യുമായിട്ട് കണ്ടിരുന്ന ഒരു മോഹൻലാൽ സിനിമയെപ്പറ്റി ഞാൻ പറയാം. കഥാപാത്രത്തിൻ്റെ പേര് പറയാം, നിങ്ങൾ സിനിമ ഏതാന്ന് പറയണം. ഓക്കെ, സേതുമാധവൻ. അമ്പട ചാടിക്കേറി പറഞ്ഞല്ല, ഇപ്പോൾ ബൈബിളിലെ ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ തീർന്നേനെ. കിരീടം സേതുമാധവൻ്റെ സിനിമയാണ്. നമ്മളൊക്കെ കണ്ണീരും കയ്യുമായിട്ടിരുന്ന് കണ്ട സിനിമയാണ്. ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ നെഞ്ചുലയ്ക്കുന്നൊരു രംഗമുണ്ട്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ ചെന്ന് ചാടി ജീവിതം കൈവിട്ടു പോയ സേതുമാധവൻ അമ്മ കവിയുർപ്പന്നമായി കാണാൻ വരുന്ന സുന്ദരമായൊരു രംഗമുണ്ട്. ആ രംഗത്ത് വലിയ ഡയലോഗുകളൊന്നുമില്ല. അമ്മയും മകൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സേതുമാധവൻ അമ്മയോട് പറയുന്നൊരു ഡയലോഗുണ്ട്, ജീവിതം എനിക്ക് കൈവിട്ടു പോവുകയാണ് അമ്മേ. ചെയ്യുന്നതെല്ലാം വലിയ പാതകങ്ങളിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ജീവിതം എനിക്ക് കൈവിട്ടു പോവുകയാണ് അമ്മേ. ഒരുപക്ഷെ ഒരു മകൻ ഒരമ്മയോട് നടത്തുന്ന ഏറ്റുപറച്ചിലാണ്, ജീവിതം എനിക്ക് കൈവിട്ടു പോവുകയാണ് അമ്മേ എന്ന് അമ്മയോട് പറയുമ്പോൾ കാണുന്ന നമ്മുടെയും തൊണ്ട ഇടറുന്നുണ്ട്, കണ്ണുകൾ നനയുന്നുണ്ട്. അമ്മയോട് പറയാനായിട്ട് തിരിച്ചു വരുന്ന ഒരു സേതുമാധവൻ. മറ്റൊരു സിനിമ കൂടി പരിചയപ്പെടുത്താം. അത് വർഷങ്ങൾക്ക് മുമ്പ് റിലീസായ അമ്മയറിയാൻ. ജോൺ അബ്രഹാം എന്ന് പറയുന്ന 3 സിനിമകൾ കൊണ്ട് അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരു വിഖ്യാതനായ സംവിധായകൻ്റെ അവസാന ചിത്രത്തിൻ്റെ പേര് അമ്മയറിയാൻ. അന്ന് കേരളത്തിൽ നക്സലിസം കൊടികുത്തി വാഴുന്ന സമയമാണ്. എങ്ങും എവിടെയും കൊലപാതകങ്ങളും രക്തച്ചൊരിച്ചിലുകളും കൂട്ടക്കുരുതികളുമാണ്. ആ സമയത്ത് ഈ സിനിമയുടെ ഇതിവൃത്തം എങ്ങും കുരുതികളാണ് അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ പക്കലേക്ക് എല്ലാം ഏറ്റുപറയാൻ ഒരു സംഘം ചെറുപ്പക്കാർ നടത്തുന്ന യാത്രയാണ് അമ്മയറിയാൻ എന്ന സിനിമയുടെ ഇതിവൃത്തം. ഇത് രണ്ടും നമ്മളോട് എന്താ പറയുന്നത്?
ഒരു വിപ്ലവകാരിയുടെ ജീവിതം, അവൻ്റെ സങ്കീർണതകൾ അവൻ്റെ അമ്മയോട് തുറന്നു പറയാൻ കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം സേഫാണ്. നമ്മൾ ചിന്തിക്കും, എൻ്റെ അമ്മയ്ക്ക് എന്ത് തേങ്ങ മനസ്സിലാകാനാണ്? ഒരുപക്ഷെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സങ്കീർണതകൾ, എൻ്റെ ലോണിൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ ജോലിയുടെ കോംപ്ലിക്കേഷൻസ്, ഇത് പറഞ്ഞാൽ എൻ്റെ പാവപ്പെട്ട അമ്മയ്ക്ക് എന്ത് മനസ്സിലാകാനാണ്? പക്ഷെ ഒന്ന് പറഞ്ഞു നോക്കുന്നേ. ഒരുപക്ഷെ നമുക്ക് വേറെങ്ങും കിട്ടാത്തൊരു ഭാരമില്ലായ്മ, വേറെങ്ങും കിട്ടാത്തൊരു ആശ്വാസം കിട്ടുമെന്നുള്ളതാണ് ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത്. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ എൻ്റെ കൂടെ കഞ്ഞി കുടിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. അവൻ്റെ കയ്യിലൊരു അച്ചാറുണ്ട്. ഈ അച്ചാർ ഇവൻ എല്ലാ വൈകുന്നേരവും കഞ്ഞിയുടെ കൂടെ തൊട്ടുകൂട്ടും. പക്ഷെ തൊട്ടുകൂട്ടുമ്പോഴും അതൊരു തരി പോലും കൂടാതിരിക്കാനായിട്ട് ഒരല്പം മാത്രം എടുത്ത്, തൊട്ടുകൂട്ടിയാൽ തീർന്നു പോകുമോ എന്നാൽ തൊട്ടുകൂട്ടാതിരിക്കാൻ പറ്റുന്നുമില്ല എന്ന് പറഞ്ഞ് തീരാതെ തൊട്ടുകൂട്ടിയ ഒരു അച്ചാറുള്ള കൂട്ടുകാരൻ. പിന്നീടാണ് നമ്മളിതിൻ്റെ പിന്നിലെ കഥ അറിയുന്നത്. അവൻ്റെ അമ്മ മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് അമ്മ ഇട്ടുകൊടുത്ത അച്ചാറാണ്. ഒരുപക്ഷെ ഇത് തീരുന്നതോടുകൂടി ആ അമ്മ ഇട്ട അവസാനത്തെ അച്ചാറും അതിൻ്റെ ഓർമ്മയും തീർന്നു പോകുമല്ലോ എന്ന തേങ്ങലോടെ, എന്ന വ്യഥയോടെ അത് തൊട്ട് തീരാതെ തീർക്കുന്ന ഒരു കൂട്ടുകാരൻ. ഒരുപക്ഷെ നമ്മുടെ കണ്ണൊന്നും നിറയും. അമ്മ ഇല്ലാതാകുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിൻ്റെ കണക്ടിവിറ്റിയും കണക്ഷനൊക്കെ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാകുന്നത്. പണ്ട് മാധവിക്കുട്ടിയുടെ നെയ്പ്പായസമുണ്ട്. അമ്മ മരിച്ചു, പക്ഷെ തിരിച്ചു വരുമ്പോൾ അമ്മ വെച്ച ഏറ്റവും അവസാനത്തെ നെയ്പ്പായസം, അതിൻ്റെ ചൂടാറി, പക്ഷെ അപ്പോഴും അമ്മയുടെ സ്നേഹത്തിൻ്റെ കയ്യൊപ്പം പേറി അതവിടെയുണ്ട്. അത് അവസാനമായി നുകരുന്ന മകൻ്റെ നൊമ്പരത്തെ പറ്റിയാണ് ആ ചെറുകഥ. സ്നേഹം നിറഞ്ഞവരെ, അമ്മയൊക്കെ എന്നാണ് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുക. ഗതി പിടിക്കാത്ത മകനും വഴിപിഴച്ച മകളും ഒടുവിലെത്തുന്ന തണലാണ് അമ്മ എന്ന് പറഞ്ഞത് അടയാളങ്ങൾ എന്ന നോവലിലെ സേതുവാണ്. ഒരുപക്ഷെ നമുക്കൊക്കെയും ഗതി പിടിക്കാത്ത അവസ്ഥയിൽ, വഴി കെട്ടുപോയ അവസ്ഥയിൽ, തീരെ ദുരന്തങ്ങളിൽ പെട്ടുപോകുന്ന അവസ്ഥയിലൊക്കെ ഒരമ്മയുണ്ടായിരുന്നെങ്കിലെന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? നിങ്ങളിൽ 50 പിന്നിട്ടവരുടെ എത്ര പേരുടെ അമ്മമാരിവിടെ ഉണ്ടാകും? ഞാനത് പറയുമ്പോൾ എൻ്റെ അമ്മ ഇന്നിവിടെ ഉണ്ടെന്നുള്ളത് എനിക്കൊരു സന്തോഷമാണ്. ഇന്ന് വരാൻ നിന്നപ്പോൾ കൊല്ലങ്ങളായി പള്ളിപ്പുറം പള്ളി പെരുന്നാൾ കണ്ടിട്ട് കൂടെ ഞാനും വന്നോട്ടെ എന്ന് ചോദിച്ചതാണ്, കൂടെ കൂട്ടിയതാണ്. എങ്കിലും ഇത് പറയുമ്പോൾ അമ്മ ഇവിടെ ഉണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഒരമ്മ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. ഒരുപക്ഷെ സുവിശേഷത്തിൽ ഈശോ അവതരിപ്പിച്ച കുറേയേറെ സ്ത്രീ കഥാപാത്രങ്ങളില്ലായിരുന്നെങ്കിൽ വെറുതെ ആൺപിള്ളേർ മാത്രം താമസിക്കുന്ന ഒരു ലോഡ്ജായിട്ട് നമ്മുടെ സുവിശേഷം മാറിയേനെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ആ സുവിശേഷത്തിന് സൗന്ദര്യം കൊടുക്കുന്നത് അമ്മമാർ വന്നപ്പോഴാണ്. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, ഈശോ സുവിശേഷത്തിൽ അഷ്ടഭാഗ്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഭാഗ്യപ്പെട്ടവർ എന്തൊക്കെയാണ് പറയുന്നത്? ഒരുപക്ഷെ അന്നത്തെ കണ്ണില്, അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കരുത്തുള്ളതും ഏറ്റവും ധീരമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങളാണോ ഈശോ ഭാഗ്യങ്ങളെന്ന് പറഞ്ഞത്? ആണോടാ? അഷ്ടഭാഗ്യങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 5 ആണോ 6 ആണോ? ഓൾട്ടർ ബോയ്സ് ആണ്, പള്ളിപ്പുറത്തെ ഫൊറോന പള്ളിയെ നാണം കെടുത്തരുത്. 5 ആണോ 6 ആണോ? ഇപ്പം തീരുമാനം പറയണം. ചിരിച്ചോണ്ടിരിക്കണം, നീ എങ്കിലും പറയണം. ഇപ്പുറത്തുണ്ടാ ഗേൾസ് ഉണ്ട് ഇവിടെ, പറയാൻ പറ്റുമോ? 6 അഷ്ടഭാഗ്യങ്ങൾ 6 പള്ളിപ്പുറത്തെ ഫൊറോനയിലെ ഓൾട്ടർ ഗേള് പറഞ്ഞിട്ടുണ്ട്. സമ്മാനം അച്ഛൻ പിന്നെ തരാം കേട്ടാ. അഷ്ടമെന്ന് വെച്ചാൽ 8 ആണ്. ഓക്കെ, അഷ്ടഭാഗ്യങ്ങൾ 8 എണ്ണം നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കോണം. അതിൽ എണ്ണി വരുമ്പോൾ ആദ്യത്തെ കാര്യം പറയുന്നുണ്ട്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതുവരെ ഭാഗ്യം എന്ന് പറയുന്നത് ആർക്കാണ്? സമ്പത്തുള്ളവന്, കരുത്തുള്ളവന്, സമൂഹത്തിലെ മേലാളന്. ഈശോ പറയുന്നു, ദരിദ്ര നീ ഭാഗ്യവാൻ. പിന്നെ പോരുമ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആണുങ്ങൾ കരയാൻ പാടില്ല, കരഞ്ഞ നാണക്കേടാണ്. കരച്ചിലൊക്കെ ആർക്കുള്ള കുത്തകയാണ്? അത് പെണ്ണുങ്ങളുടെ ഐറ്റമാണ് അല്ലേ? പക്ഷെ ഈശോ പറയുന്നു, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അടുത്തത്, ഞെരുക്കപ്പെടുന്നവരെ, നീതിക്ക് വേണ്ടി പീഡനം അനുഭവിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇതൊക്കെ ആരുടെ സിംബൽസ് ആണ് പ്രിയമുള്ളവരെ? ഏറ്റവും ബലഹീനരും ഏറ്റവും ദരിദ്രവും ഏറ്റവും കഷ്ടപ്പാടുള്ളതുമായ സ്ത്രൈണഭാവങ്ങളാണ്. അഷ്ടഭാഗ്യങ്ങൾ ഓരോന്നും എണ്ണി നിങ്ങൾ നോക്കിക്കോ. അത് പുരുഷന്റെ മേൽക്കോയ്മയുടെ ഭാവങ്ങളല്ല, അവന്റെ സ്വഭാവങ്ങളല്ല. അഷ്ടഭാഗ്യത്തിലൂടെ ഈശോ പറയുന്നത്, ഒരു പെണ്ണിൻ്റെ തരളിതമായ മനസ്സുകൂടി നിനക്കുണ്ടെങ്കിലാണ് നീ ഭാഗ്യവാനെന്ന് പറഞ്ഞു വെക്കുന്ന സുന്ദരമായ ഒരു കാര്യമാണ്. ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, റെംബ്രാൻഡ് എന്ന് പറയുന്ന ഒരു പെയിന്ററുണ്ട്. ലോകം കണ്ട ഏറ്റവും നല്ല പെയിന്റേഴ്സിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചിത്രങ്ങളിലൊന്ന് ധൂർത്തപുത്രൻ്റെ മടങ്ങിവരവാണ്, പ്രൊഡിഗൽ സൺ. അദ്ദേഹത്തിൻ്റെ മനോഹരമായ പെയിന്റിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ പെയിന്റിങ്ങിലൊരു പ്രത്യേകതയുണ്ട്. ഈ വരുന്ന മകനെ, ധൂർത്തനായ പുത്രനെ
തിരികെ സ്വീകരിക്കുന്ന പിതാവ് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുകയാണ്. ഒരു തോളത്ത് ഒരു കൈയും അവൻ്റെ തലയിൽ മറ്റൊരു കൈയും ആലിംഗനം ചെയ്യുന്നൊരു പിതാവ്. ഈ റെംബ്രാൻഡ് എന്ന് പറയുന്ന ബ്രില്യൻ്റായ പെയിൻ്ററാണ്. പക്ഷേ ഈ പെയിൻറ്റിങ്ങിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു കൈ പുരുഷൻ്റേതാണ്, ഇത്തിരി കരുത്തുള്ള തഴമ്പുള്ള കൈയാണ്. ഇപ്പുറത്തെ കൈ സ്ത്രീയുടെയാണ്. ഇത് റെംബ്രാൻഡിന് എന്തെങ്കിലും തെറ്റുപറ്റിയതായിരിക്കുമോ? അമ്മളി പറ്റിയതായിരിക്കുമോ? റെംബ്രാൻഡ് വരച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിയുടെ കിളി പോയതാണോ? നിങ്ങളെന്താ വിചാരിക്കുന്നത്? അല്ല പ്രിയപ്പെട്ടവരെ, റെംബ്രാൻഡ് അത് ബോധപൂർവം വരച്ചതാണ്. പിതാവായ ദൈവമെന്ന് പറയുന്നത് പിതാവ് മാത്രമല്ല അമ്മയും കൂടിയാണെന്ന് പറയാനാണ്. ദൈവത്തിൻ്റെ സ്നേഹം പുരുഷൻ്റെ സ്നേഹം മാത്രമല്ല, അപ്പൻ്റെ സ്നേഹം മാത്രമല്ല, മറിച്ച് തരളിതമായ ആർദ്രമായ കാരുണ്യമുള്ള ഒരു മാതൃസ്നേഹം കൂടിയാണെന്ന് പറയാനാണ്. അതുകൊണ്ടാണ് ഈശോ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയത് അവൻ്റെ ഗേൾ ഫ്രണ്ട്സിനെയാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ എന്തോരം സദാചാരക്കാരുടെ തെറി കേട്ടേനെ ഈശോ. അന്നത്തെ കാലത്ത് മോശമാണോ? അല്ല. യഹൂദരുടെ മൂന്നാമത്തെ യാമത്തിലെ പ്രാർത്ഥനയുണ്ട്, പിതാവായ യഹോവേ ഒരു മൃഗമായി സൃഷ്ടിക്കാത്തതിൻ്റെ പേരിലും പെണ്ണായി ജനിപ്പിക്കാത്തതിൻ്റെ പേരിലും ഞാൻ നിനക്ക് നന്ദി പറയുന്നു. കടുത്ത സ്ത്രീവിരുദ്ധതയാണ്. ഇന്നാണ് ഞാനോ നിങ്ങളുടെ വികാരിയച്ഛനോ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഇവിടുത്തെ അമ്മച്ചിമാരെ വന്ന് കവളമട്ടലിനടിക്കും. അല്ലേ? സ്ത്രീവിരുദ്ധതയാണ്, തുല്യതയല്ലത്. അത്തരത്തിലൊരു കാലഘട്ടത്തിൽ നമ്മുടെ മേരി ജീവിച്ചു. അത്തരത്തിലൊരു കാലഘട്ടത്തിൽ ഒരു അവിഹിത ഗർഭത്തിൻ്റെ കഥയും പേറി അവൾ ജീവിച്ചു. അത്തരത്തിലൊരു കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ആ ഘട്ടം മുതൽ പുത്രൻ്റെ മരണം വരെ എത്രയെത്ര യാതനകളിലൂടെ തീവാളുകളിലൂടെ ഈ അമ്മ കടന്നുപോയെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. എന്നിട്ട് ഇന്ന് സ്വർഗാരോപിത എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു മനുഷ്യ സ്ത്രീക്ക് കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ പദവിയും ഏറ്റവും സുന്ദരമായ ജീവിതത്തിൻ്റെ കിരീടവും നേടിക്കൊണ്ടാണ് അമ്മ നിൽക്കുന്നത്. അതിനു മുമ്പ് ആരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? ഉടലോടെ സ്വർഗത്തിലേക്ക് പോയത്. കാറ്റഗിസം ക്വസ്റ്റ്യൻ വീണ്ടും അഗൈൻ. ഉടലോടെ സ്വർഗത്തിലേക്ക് പോയ പഴയ നിയമത്തിലെ കഥാപാത്രങ്ങൾ ഒരാളുടെ പേര് പറയാമോ? തട്ടിപ്പോയില്ല, ദൈവം ഉടലോടെ കൊണ്ടുപോയി. കാറ്റഗിസം ടീച്ചർമാർക്കും പറയാം കേട്ടോ, കോമ്പറ്റീഷൻ ആയിട്ടൊന്നും അല്ല, സമ്മാനം തരാനില്ല. ഹെനോക്ക് ഉടലോടെ സ്വർഗത്തിൽ. പിന്നെ ഏതാണ്? ഏതെങ്കിലും ഒരു പ്രവാചകനുണ്ടോ? അപ്പം നിങ്ങൾക്ക് കാര്യമൊക്കെ അറിയാം. ഇതുപോലെ ഉടലോടെ സ്വർഗത്തിൽ പോയ പഴയ നിയമത്തിലെ പൂർവ്വപിതാക്കളെ നമ്മൾ വാഴ്ത്തുന്നുണ്ട്. സ്ത്രീകളിൽ ആരെങ്കിലും ഉണ്ടോ? ആദ്യമായ ഒരു സ്ത്രീ എന്ന നിലയിൽ ഉടലോടെ സ്വർഗത്തിലേക്ക് പോയതിൻ്റെ തിരുനാൾ നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഭാചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള തിരുനാളുകളിൽ ഒന്നും ഇത് തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാം കഥകളൊക്കെ. 2 പാരമ്പര്യങ്ങളുണ്ട്. മാതാവ് മരിച്ചടക്കിയപ്പോൾ ആ അടക്കിന് വരാനായിട്ട് തോമസ് ലേയ്ക്ക് പറ്റിയില്ല. വന്നു കഴിഞ്ഞപ്പോൾ തോമസ് ലേയ മറ്റേ പുള്ളിയായിരുന്നു, സംശയത്തിൻ്റെ ആളാണ്, ഡൗട്ടിങ് തോമസ്. ഒരു നടപടിയില്ല. ഇത് നേരിട്ട് കാണാതെ, ആ മൃതശരീരം കാണാതെ എൻ്റെ പൊന്നളിയ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് അന്നും പുള്ളി പറഞ്ഞു എന്നാണ് പറയണത്. അങ്ങനെ ഈ തോമാസ്ലിയുടെ ഒടുക്കത്തെ പിടിവാശി കാരണം, മുടിഞ്ഞ വാശി കാരണം ഒരു ഗതിയുമില്ലാതെ കല്ലറ തുറന്നപ്പോൾ കണ്ടു മാതാവിൻ്റെ ശവശരീരം അവിടെ ഇല്ല എന്നുള്ളത്. അങ്ങനെയാണ് ഇതൊരു വലിയ വിശ്വാസ പാരമ്പര്യമായി മാറിയതെന്നൊക്കെ ചരിത്രകാരന്മാരുടെ പല വാദങ്ങളുണ്ട്. അതെന്തുമായിക്കൊള്ളട്ടെ, ആ പരിശുദ്ധ മാതാവിനെ ഇന്ന് നമ്മൾ ഓർമ്മിക്കുമ്പോൾ സ്നേഹം നിറഞ്ഞവരെ, ഒരു കാര്യം കൂടി നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ്? ഈ ഓഗസ്റ്റ് 15 എല്ലാ കൊല്ലവും വന്നാലും നമ്മുടെ മാതാവിനോടൊപ്പം നമ്മൾ ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതെന്താണ്? നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണോ? ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം 79ാമത്തെ വർഷത്തിൽ നമ്മൾ ഓർമ്മിക്കുമ്പോൾ മാതാവിനോടൊത്ത് നമ്മുടെ നാടിനെയും രാഷ്ട്രത്തെയും അത് കടന്നു പോകുന്ന അവസ്ഥകളെയും കൂടി നോക്കുന്നതും ഓർമ്മിക്കുന്നതും നല്ലതാണെന്ന് പ്രിയപ്പെട്ടവരെ ചിന്തിക്കുകയാണ്. ഇന്നലെ കണ്ടൊരു ന്യൂസാണ്. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല, ഫേസ്ബുക്ക് റീലുകളിൽ കണ്ടതാണ്. ബീഹാറിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ നിന്ന് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഒരു മൃതദേഹം കൊണ്ടുപോകുന്ന രംഗം 2025 ഓഗസ്റ്റ് 13 വൈകുന്നേരത്തെ ഒരു ഫേസ്ബുക്ക് റീലിൽ ഞാൻ കണ്ടു. നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടോ ഇവിടെ? ഒരു മനുഷ്യ ശരീരത്തെ പൂർണ്ണ നഗ്നമായിട്ട് സ്റ്റെപ്പുകളിലൂടെ, കോണിപ്പടികളിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു മൃതദേഹം 2025 ഓർക്കണം, ബീഹാറിലാണെന്ന് ഓർക്കണം. എത്ര പ്രാകൃതമായി ഇന്നും മനുഷ്യൻ്റെ ശരീരത്തെ, മനുഷ്യനെന്ന വ്യക്തിത്വത്തെ നമ്മൾ കാണുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കണം.
2 ആഴ്ച മുമ്പ് നമ്മളും ഇവിടെ നിന്ന് അങ്ങോട്ട് കൊരട്ടി വരെയും കേരളത്തിന് അറ്റം വരെയും നമ്മളെല്ലാവരും വടിയും കൊടയും പിടിച്ച് ഒരു പ്രതിഷേധ റാലി നടത്തി. അത് ആർക്ക് വേണ്ടിയിട്ടാ? ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. ഇന്ന് ഈ സിസ്റ്റേഴ്സ് എന്ത് സമാധാനത്തോടെ ഇവിടെ ഇരിക്കുന്നത്? നമുക്ക് ആർക്കെങ്കിലും എന്ത് കുഴപ്പമുണ്ടോ? സിസ്റ്ററിന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, ഈ സിസ്റ്ററിന് ചിരിക്കാൻ പറ്റുന്നുണ്ട്, ആ സിസ്റ്റർ താടിമേ കൈ കൊടുത്തിരിപ്പുണ്ട്. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ ഇതുപോലെയല്ല കർണാടകത്തിലോ ഛത്തീസ്ഗഡിലോ ഈ സിസ്റ്റർമാർ ഒരു റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റോപ്പിലോ ബസ്സിലോ നിന്നാൽ പോലും അത് സംശയത്തോടെ, ഒരു വിദേശി എന്ന പോലെ, ഇവിടെ വാഴാനായിട്ട് യോഗ്യതയില്ലാത്തവളെ പോലെ കാണുന്ന ഒരു കാലഘട്ടം ഇന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് പറയുമ്പോഴും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഒക്കെ മനുഷ്യർ പുഴുക്കളെ പോലെ ജീവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ അനുഭവം ഇപ്പോഴും ഉണ്ട്. ഇത്രയൊക്കെ നമ്മൾ 2025 പറയുമ്പോഴും ഉച്ചനീചത്വങ്ങളിലേക്ക് കടന്നു പോകുന്ന ജാതി വെറി ഈ കാലഘട്ടത്തിൽ നേരിടേണ്ടി വരുന്ന, ജാതി മൂലം കൊല ചെയ്യപ്പെടുന്ന, ദുരഭിമാന കൊലകൾ പെരുകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 50കളിലെ വാർത്തയല്ല ഞാൻ പറയുന്നത്. ഈ 2025-ലും 2024-ലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. ഇനി നമ്മൾ ഇന്ന് വൈകുന്നേരം പ്രദക്ഷിണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലോ നമുക്ക് എന്താ കഴിക്കാനുള്ളേ? നമുക്ക് ഇവിടെ വെട്ടിയ ഫ്രഷ് പോർക്കുണ്ട് അല്ലേ, അല്ലെങ്കിൽ പോത്തിറച്ചിയുണ്ട്, ചിക്കൻ 65 ഉണ്ട്. ഇതെല്ലാം കൂട്ടി നമ്മൾ വൈകുന്നേരം ഒടിക്കും, നാളെ അടിക്കും, മറ്റന്നാൾ ഒടിക്കും, ഫ്രിഡ്ജിൽ ഈ സാധനം തീരണവർ ഈ ആഴ്ച മൊത്തം നമ്മൾ ഒടിക്കും അല്ലേ. നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷേ അപ്പുറത്തൊരു രാഷ്ട്രത്തിൽ, അപ്പുറത്തൊരു സംസ്ഥാനത്തിൽ നിങ്ങൾ ബീഫ് കഴിച്ച, നിങ്ങൾ പോർക്ക് കഴിച്ച നാളെ നിങ്ങൾ ജീവിക്കുമെന്ന് ഉറപ്പില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ജീവിക്കുന്നത് 2025-ലാണ്. ഒരു പോർക്കിന്റെ പേരിലോ ഒരു മതവസ്ത്രത്തിന്റെ പേരിലോ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിലോ ഇന്നും മനുഷ്യര് പുഴുക്കളെ പോലെ തല്ലിക്കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു മോഷണം നടത്തിയ ആദിവാസിയെ ഇന്നും കെട്ടിയിട്ട് തല്ലുന്ന ആൾ വിചാരണ നടത്തുന്നുണ്ടെങ്കിൽ, 79 വർഷങ്ങൾ പിന്നിട്ട ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എവിടെയാണ് പ്രിയപ്പെട്ടവരെ? തീർച്ചയായും നമ്മളിതൊക്കെ പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഒരു 1/4 നൂറ്റാണ്ടിനിടയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. പെട്ടെന്ന് പറയുന്ന കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. പണ്ട് നിങ്ങളൊരു പള്ളിപ്പെരുന്നാളിന് വന്നാൽ ഈ അമ്മച്ചിമാരുടെയും ഈ ചേട്ടന്മാരുടെയും ഏറ്റവും വലിയ ആകുലത എന്താണെന്നറിയാമോ? തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ചെരുപ്പ് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ശരിയല്ലേ? പള്ളിപ്പുറത്ത് ഇപ്പോഴും ആകുലത ഉണ്ടാവാം. പണ്ട് കാലങ്ങൾ അതുകൊണ്ട് തന്നെ ഉത്സവങ്ങളും പെരുന്നാളും നടക്കുമ്പോൾ ചെരുപ്പ് സൂക്ഷിക്കാൻ ആളുകളുണ്ടായിരുന്നു. 25 പൈസ 50 പൈസയൊക്കെ കൊടുത്താൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ചെരുപ്പ് അവിടെ ഉണ്ടാവും. നമ്മുടെ വലിയ ആകുലതകളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ 25 വർഷക്കാലഘട്ടത്തിൽ ചെരുപ്പ് തിരിച്ച് ചെല്ലുമ്പോൾ ഉണ്ടാവും എന്നുള്ളത്. രണ്ടാമത്തത്, മഴക്കാലമാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൊട എവിടെ ഉണ്ടാകുമോ കർത്താവേ എന്നുള്ളതാണ്. ഇവിടെ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോഴും അമ്മച്ചിയുടെ കണ്ണപ്പുറത്തെ കൊടയിലേക്കാണ്. ശരിയല്ലേ? നമ്മുടെ ആകുലതകളിൽ ഒന്നായിരുന്നു. തീർന്നില്ല. ഒരു മഴ പെയ്ത് കാറ്റ് വീശി കഴിഞ്ഞാൽ നമ്മുടെ മറ്റൊരാകുലത എന്തായിരുന്നു? ദൈവമേ, തേങ്ങ ഒരെണ്ണം വീണിട്ടുണ്ട്. ഒരെണ്ണം തോട്ടിലേക്കും ഒരെണ്ണം കുളത്തിലേക്കും ഒരെണ്ണം വഴിയുടെ അരികിലേക്കുമാണ് വീണേക്കണത്. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അതവിടെ ഉണ്ടാവുമോ? തേങ്ങയും കവളമടലും ഓലയും വരെ അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ് പള്ളിപ്പുറംകാർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഒരു 1/4 വർഷം കഴിയുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി സമാധാനത്തോടെ പള്ളിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം തിരിച്ചു ചെല്ലുമ്പോൾ ചിലപ്പോൾ ചെരുപ്പ് അവിടെ തന്നെ ഉണ്ടാകും. കുട എടുത്തുകൊണ്ട് പോകുന്ന ഒരു തുലവും കുറവാണ്. ഇപ്പം തേങ്ങ വീണാലും എടുക്കാനൊന്നും ആരുമില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക അവസ്ഥകൾ മാറിയിട്ടുണ്ട്. ഇത്രയൊക്കെ മെച്ചപ്പെട്ടിട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ 79ാമത്തെ വർഷത്തിലെത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നീതിയും സത്യവും തുല്യതയും സാഹോദര്യവും നമ്മൾ വിഭാവനം ചെയ്ത പോലെ പുലരുന്നുണ്ടോ? അതാണ് ചോദ്യം പ്രിയപ്പെട്ടവരെ. ഇത് പറയുമ്പോൾ അപ്പുറത്തൊരു രാഹുൽ ഗാന്ധിയുടെ സമരമുണ്ട്, നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നതാണ്. നമ്മുടെ ഒരു മനുഷ്യൻ്റെ, ഒരു ജനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റി എന്താണ്? എൻ്റെ വോട്ടാണ്. എൻ്റെ പേരിൽ ഞാൻ മാത്രം ചെയ്യുന്ന ഒരു വോട്ടാണ്. ആ വോട്ട് കൊണ്ടാണ് നാളെ ആര് വാഴണം ആര് വീഴണം എന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. പൗരനാണ് മുഖ്യം ബിഗിലേ എന്ന് പറയുന്ന ആ വോട്ട് എൻ്റെ പേരിലാണ്, എൻ്റെ കൈവിരലാണ്. ഇന്നലെ വരെ നമ്മൾ അങ്ങനെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അത്രമേൽ പവിത്രമായിരുന്നു നമ്മുടെ ഇലക്ട്രൽ സിസ്റ്റം. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രൽ സിസ്റ്റമുള്ള ഇന്ത്യ ഇന്ന് എൻ്റെ ഐഡന്റിറ്റിയും നിന്റെ ഐഡന്റിറ്റിയൊക്കെ നാട്ടുകാർ കൊണ്ടുപോയി. അവിടെ വേറെ പേരില്ലാത്തവരും വീട്ടു നമ്പർ 0 ആയും അപ്പൻ്റെ പേര് AFG FG MNOP എന്നൊക്കെ എഴുതിയവന്മാർ കൊണ്ടേ വോട്ട് ചെയ്തു. നമ്മളാരായി? നമ്മുടെ ഐഡന്റിറ്റി കട്ടുകൊണ്ട് പോയില്ലേ? നമ്മുടെ വോട്ട് കട്ടുകൊണ്ട് പോയില്ലേ? എൻ്റെയും നിന്റെയും പൗരത്വം കട്ടുകൊണ്ട് പോയില്ലേ? സ്നേഹമുള്ളവരെ, നമ്മൾ ജീവിക്കുന്നത് 2025-ലെ
ഇന്ത്യയിലാണ്. എവിടെ നമ്മളെത്തി? ഗാന്ധിയും അംബേദ്കറും നെഹ്റുവും ഒക്കെ സ്വപ്നം കണ്ട ആ ഭാരതത്തിൽ നിന്ന് ഞാനും നീയുമൊക്കെ തുല്യത അവകാശപ്പെടുന്ന ഇടത്തേക്ക് എത്തിയോ? പ്രിയപ്പെട്ടവരെ, സങ്കടമാണ്, വേദനയാണ്. എങ്കിലും ഞാൻ ഒരു കാര്യം മാത്രം പറയാം. ജീവിതം പിന്നെയും ജീവിക്കാനായിട്ട് നമുക്ക് പ്രേരിപ്പിക്കുന്ന കുറേയേറെ കാരണങ്ങളുണ്ട്. ഈ വർഷം ഒരു പുസ്തകത്തിൻ്റെ 100ാം ശതാബ്ദിയാണ്. ഒരു പുസ്തകം ഇറങ്ങിയിട്ട് 100 വർഷങ്ങളായി. അത് ആരുടെയെന്നറിയാമോ? വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ, ലേ മിസറബിൾസ് എന്ന് പറയുന്നൊരു പുസ്തകമാണ്. ഒരുപക്ഷെ യുദ്ധകാലത്ത് എഴുതപ്പെട്ട പുസ്തകം, 2ാം ലോക മഹായുദ്ധകാലത്ത് ചർച്ച ചെയ്യപ്പെട്ട പുസ്തകം. 100 വർഷങ്ങൾ പിന്നിട്ട് ഇന്നും ആ പുസ്തകം ഓർമ്മിക്കുമ്പോൾ ആ പുസ്തകം നമ്മളോട് പറയുന്ന ഒരു കുഞ്ഞു കാര്യമുണ്ട്, സ്നേഹം നിറഞ്ഞവരെ. അതിതാണ് എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ കുഞ്ഞു കാര്യം, പുരുഷന്മാർ അജ്ഞതയിലോ നിരാശയിലോ പോകുന്നിടത്തെല്ലാം, സ്ത്രീകൾ അപ്പത്തിനായി സ്വയം വിൽക്കുന്നിടത്തെല്ലാം, കുട്ടികൾ പഠിക്കാൻ പുസ്തകമോ ചൂടുള്ള അപ്പമോ ഇല്ലാത്തിടത്തെല്ലാം ഈ പുസ്തകം വാതിലിൽ മുട്ടിപ്പറയും, തുറക്കുക, ഞാൻ നിങ്ങൾക്കായി ഇവിടെയുണ്ട്. ഇത്രയൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും കളങ്കമില്ലാതെ സ്നേഹിക്കാൻ പറ്റുന്ന ലോകത്തിൽ ഇന്നും പ്രതീക്ഷയുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഇത്രയൊക്കെ സങ്കടങ്ങളും ഇത്രയൊക്കെ ദുരിതങ്ങളും രാഷ്ട്രീയമായ അരിഷ്ടതാവസ്ഥകളും ഉള്ളപ്പോൾ ഈ ദേവാലയത്തിനകത്ത് ഞാനും നിങ്ങളും ഇരിക്കുന്നത്, സ്നേഹമുള്ളവരെ, എവിടെയെങ്കിലൊക്കെ ബാക്കിയുള്ള നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ പേരിലാണ്. അമ്മ നമ്മളെ കാത്തിരിക്കുന്ന, അപ്പൻ നമ്മളെ നോക്കുന്ന, ആങ്ങളയ്ക്ക് കാവലിരിക്കുന്ന, ഹൃദയവും കരളും പകുത്തു കൊടുക്കുന്ന ഒരു പ്രളയമോ ഒരു സുനാമിയോ അല്ലെങ്കിൽ ഒരു കൊറോണയോ വരുമ്പോഴെങ്കിലും മനുഷ്യത്വം വീണ്ടെടുക്കുന്ന കുറച്ച് മലയാളികളായിട്ട് നമ്മൾ നിൽക്കുന്നു എന്നുള്ളതിലാണ്. സ്നേഹം നിറഞ്ഞവരെ, അതുകൊണ്ട് പരിശുദ്ധ മാതാവിനെ ഓർമ്മിക്കുമ്പോൾ അമ്മ എന്നും ചെയ്ത 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് അമ്മ ചെയ്തൊരു കാര്യം, അമ്മ ഒരു കോൺട്രിബ്യൂട്ടിംഗ് പേഴ്സണാലിറ്റി ആയിരുന്നു. മറ്റുള്ളവരുടെ ദുരിതങ്ങൾ കാണുമ്പോൾ, അവരുടെ കണ്ണീർ കൈകൾ കാണുമ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ അമ്മ പോന്നിട്ടില്ല. ഇന്ന് നിങ്ങൾ ഈ 2025 ജീവിക്കുമ്പോൾ ഇന്നും ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ? മരുന്ന് മേടിക്കാൻ കഷ്ടപ്പെടുന്നവരുണ്ടോ? പുതുക്രിസ്ത്യാനി എന്നോ ലത്തീൻ ക്രിസ്ത്യാനി എന്നോ ഒക്കെ ഒരു ജാതീയ വെറിയോടെ നോക്കിക്കാണുന്ന, നമ്മളെക്കാൾ താഴ്ന്ന ജാതിക്കാരെ അവജ്ഞയോടെ നോക്കിക്കാണുന്ന ജാതീയ സവർണ ബോധം നിനക്കുന്നുണ്ടോ? അതിൽ നിന്നൊക്കെ ഒന്ന് മാറാനായിട്ട് ഈ മാതാവ് നമ്മളോട് പറയുന്നുണ്ട്. മനുഷ്യരെ തുല്യരായി കാണുന്ന ഈശോയുടെ ഏറ്റവും സുന്ദരമായ വാക്യമെന്ന് ഞാൻ കണക്കാക്കുന്നത് ഇതാണ്: ഞാൻ നിങ്ങളെ ദാസരെന്ന് വിളിച്ചില്ല, സ്നേഹിതരെന്ന് വിളിച്ചു. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, ദൈവത്തിൻ്റെ സഹപൗരരും ദൈവഭവനത്തിൽ അംഗങ്ങളുമാണ്. സ്നേഹിത എന്ന് വിളിച്ചൊരു ദൈവം. ഞാൻ സുപ്പീരിയറുമല്ല, നീ ഇൻഫീരിയറുമല്ല, നമ്മളൊക്കെ തുല്യരാടോ എന്ന് പറയുന്ന ഒരു ദൈവസങ്കല്പം. മാതാവിനെ പോലെ ഈ വേദനകളിൽ മറ്റുള്ളവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. 2ാമത്തെ കാര്യം, ധീരത എന്നാൽ ഇരയെ ഉണ്ടാക്കലല്ല, ഇരയുടെ കൂടെ നിൽക്കലാണ്. മാതാവ് എവിടെയാണ് നിന്നത്? മാതാവ് ഇരയാക്കപ്പെട്ടവൻ്റെ കൂടെ കുരിശിൻ്റെ അടുത്തുണ്ടായിരുന്നു. മാതാവ് പരിഹസിക്കപ്പെട്ടവൻ്റെ കൂടെ കാനായിലെ കല്യാണ വിരുന്നിലുണ്ടായിരുന്നു. മാതാവ് പേടിച്ചകത്തളങ്ങളിലായ 12 പേരോടുകൂടെ ആ കൂട്ടായ്മയിലുണ്ടായിരുന്നു. മേരി ഓൾവേസ് സ്റ്റാൻഡ് വിത്ത് വിക്ടിം. സ്നേഹം നിറഞ്ഞവരെ, ഇരയുടെ കൂടെ നടക്കുക, ഇരയുടെ ഒപ്പം നിൽക്കുക, വേട്ടക്കാരൻ്റെ കൂടെ അല്ല എന്ന് ഈ മാതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവസാനമായിട്ട്, ദൈവത്തിൽ നഷ്ടപ്പെടുന്നവരായി നമ്മൾ മാറുക എന്നുള്ളതാണ്. സ്വന്തം പുത്രനെ നഷ്ടപ്പെടുന്നത് ദേവാലയത്തിലാണ്. നമുക്കും പ്രിയമുള്ളവരെ, ബി ഡിസപ്പിയർഡ് ഇൻ ഗോഡ്. ദൈവത്തിൽ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യരായിട്ട് മാറുക. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. മറിയം ഒരുപാട് കാര്യങ്ങൾ എന്നെയും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജീവിതം മിസറബിളായ, നമ്മുടെയൊക്കെ പരിസരങ്ങൾ മോശമായ, ഇനിയും പ്രതീക്ഷ വറ്റുന്ന ഈ നാളിൽ പോലും എങ്ങനെ മനുഷ്യത്വത്തോടെ പെരുമാറാം, എങ്ങനെ മനുഷ്യരോട് അകാരണമായ സ്നേഹം കാണിക്കാം, എങ്ങനെ മനുഷ്യരെ ചേർത്ത് നിർത്താൻ പറ്റുമെന്ന് കാണിക്കാം. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഏറ്റവും അവസാനമായിട്ട് ഒരമ്മ പറഞ്ഞു തന്ന കുറച്ച് നുണ പറഞ്ഞിട്ട് ഞാൻ പോകാം. ഏതായാലും ഇത്ര നേരം ഞാൻ തള്ളിയില്ലേ, ഇനി അവസാനമായിട്ട് കുറച്ച് നുണയെങ്കിലും ഞാൻ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ആ നുണ കേൾക്കാനായിട്ട് ഇവിടുത്തെ അമ്മമാരെങ്കിലും ബാക്കി ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾക്ക് വേണ്ടി ഒരമ്മ പറഞ്ഞ കുറച്ച് നുണകൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ നുണകൾ കേൾക്കുമ്പോൾ നിങ്ങൾ വീട്ടിലെ അമ്മേനെ ഓർക്കണം. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയ അമ്മേനെ ഓർക്കണം. എവിടെയെങ്കിലും കൊണ്ട് തള്ളിയിട്ടുണ്ടെങ്കിൽ ആ തള്ളിയ അമ്മയെ ഓർക്കണം. 2ാമത്തെ കാര്യം, കത്തോലിക്കർക്ക് എത്ര അമ്മയാണുള്ളത്? ഒരു കത്തോലിക്കിന് എത്ര അമ്മയുണ്ടാ? പെട്ടുപോയല്ലേ? വല്ലാത്തൊരു ചോദ്യം. ഇനി മേലായി മാതിരി ചോദ്യം കൊണ്ട് ഈ ആൾക്കാരെ കയറിയിട്ടുണ്ടെങ്കിൽ, ഒരു കത്തോലിക്കിന് 3 അമ്മമാരാണ് പ്രിയപ്പെട്ടവരെ. ഒന്ന് ജന്മം തന്ന അമ്മ, ചിലപ്പോൾ പുറകിലുണ്ടാവും, ചിലപ്പോൾ വീട്ടിലുണ്ടാവും,
ചിലപ്പോൾ സിമിത്തേരിയിലുണ്ടാവും. രണ്ടാമത് നമ്മുടെ അമ്മ എന്ന് പറയുന്നത് തിരുസഭാ മാതാവാണ്. തിരുസഭയെ മാതാവായിട്ടാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത് നമുക്കുള്ളത് നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ സ്വന്തം പള്ളിപ്പുറത്തമ്മയെന്നോ വേളാങ്കണ്ണി അമ്മയെന്നോ കൊരട്ടിമുത്തിയെന്നോ വെച്ചൂർമുത്തിയെന്നോ നമ്മൾ വിളിക്കുന്ന പരിശുദ്ധമ്മയാണ്. മൂന്നമ്മമാരുള്ള ഏതെങ്കിലും ജനത നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇത്രമേൽ അമ്മമാരുള്ള നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, ശരിയല്ലേ? എങ്കിലും ഞാൻ കുറച്ച് നുണ പറഞ്ഞിട്ട് പോകാൻ പോവാണ്. ഏറ്റവും അവസാനമായിട്ട് ഒരമ്മ പറഞ്ഞ നുണകളാണ്. ഒന്നാമത്, വലിയ ദാരിദ്ര്യമാണ്. അപ്പൻ നന്നേ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഈ 2 മക്കളെ പോറ്റാനായിട്ട് അമ്മ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഉള്ളത് മുറുക്കി പിടിച്ചും പറ്റുന്ന ജോലി ചെയ്തും വൈകുന്നേരം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഭക്ഷണം കൊടുക്കണമല്ലോ എന്നോർത്ത് കഞ്ഞിയുടെ കൂടെ അമ്മ കഷ്ടപ്പെട്ട് എണ്ണിപ്പെറുക്കി മേടിച്ച മീനുണ്ട്. ആ മീൻ വറുത്തത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മീൻ പകുതി കൂടി മോൻ്റെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അമ്മ പറയും, അപ്പോൾ അമ്മയ്ക്ക് വേണ്ടേ? മോനെ, അമ്മയ്ക്ക് വിശപ്പില്ല. അമ്മ പറഞ്ഞ ഒന്നാമത്തെ നുണ. ഇനി രണ്ടാമത്തത്, ഞാൻ പറഞ്ഞ പോലെ മീൻ അപൂർവമായിട്ടേ വാങ്ങാറുള്ളൂ. ഇപ്പോഴും മീൻ ലക്ഷറിയാണ്. അങ്ങനെ ഈ മീൻ കഴിച്ച് അതിൻ്റെ കഷ്ണങ്ങൾ കുഞ്ഞിന് കൊടുക്കുമ്പോൾ അമ്മ ഇതിൻ്റെ മുള്ള് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മനോട് മോൻ ചോദിക്കണം, അമ്മയ്ക്ക് മീൻ വേണ്ടേ? അപ്പോൾ അമ്മ അടുത്ത് നിന്നോ, മോനെ, അമ്മയ്ക്ക് മീൻ ഇഷ്ടമല്ലടാ, അമ്മയ്ക്ക് മീൻ ഇഷ്ടമല്ല. അമ്മ പറഞ്ഞ രണ്ടാമത്തെ നുണ. ഇനി രാത്രിയായിട്ടും ഈ കുടുംബം വളർത്താനായിട്ട് ഒരുപാട് ജോലി ചെയ്യണം. പകലുള്ള ജോലി കൊണ്ട് മാത്രം കുഞ്ഞുങ്ങളെ പോറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ പകല് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ഉറക്കിയിട്ട് രാത്രിയും ഇരുന്ന് ഈ അമ്മ കൈത്തൊഴിലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ചു ഉറക്കപ്പിച്ചിൽ പാതി ഉറക്കത്തിൽ ചോദിക്കുന്നുണ്ട്, അമ്മ ഉറങ്ങണില്ലേ? അപ്പോൾ അമ്മയുടെ മൂന്നാമത്തെ നുണ വന്നു, മോനെ, അമ്മയ്ക്ക് ഉറക്കം വന്നില്ലടാ, അമ്മയ്ക്ക് ഉറക്കം വരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് ആ മോൻ പഠിച്ച് വലിയ ഉദ്യോഗമൊക്കെ കിട്ടി. ആ മോൻ വിദേശത്തേക്ക് പോയി. അങ്ങനെ വിദേശത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അമ്മേനോട് ചോദിക്കേണ്ട, അമ്മേ, അവിടെ ഒറ്റയ്ക്കിരിക്കാതെ ഇവിടേക്ക് വന്നുകൂടെ, എൻ്റെ കൂടെ നിന്നുകൂടെ? അപ്പോൾ അമ്മ ചിന്തിക്കുന്നുണ്ട്, തൻ്റെ ഈ വാർദ്ധക്യവും തൻ്റെ ഈ രോഗവും തൻ്റെ മകനും മകൻ്റെ ഭാര്യയ്ക്കൊക്കെ എന്തിനാണ് ഒരു ബാധ്യതയാകുന്നത് എന്ന് സ്വയം ചിന്തിച്ചിട്ട് അമ്മ പറയുന്നുണ്ട്, മോനെ, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഇഷ്ടം. അമ്മ പറഞ്ഞ അടുത്ത നുണ. ഏറ്റവും അവസാനമായിട്ടൊരു തീരാവ്യാധിയിലും മാറാ രോഗത്തിലും പെട്ടുപോയിട്ട് അവസാനം തീരാവേദനയോടെ അമ്മ നുറുങ്ങുന്ന ഒരു രാത്രി അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കിപ്പോഴും വേദനയില്ലേ? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, മോനെ, എനിക്ക് തീരെ വേദനയില്ലടാ. ആ രാത്രി അമ്മ മരിച്ചുപോയി. സ്നേഹം നിറഞ്ഞവരെ, ആരോ പറഞ്ഞ ഏതാനും നമ്മുടെയും നിങ്ങളുടെയും ഒക്കെ അമ്മമാർ പറഞ്ഞിട്ടില്ലേ? ഇതുവല്ല, ഇതിൻ്റെ അപ്പുറത്ത് നുണയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് അമ്മമാരും അമ്മച്ചിമാരൊക്കെ എനിക്ക് നിങ്ങൾക്ക് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഈ അമ്മ സങ്കല്പങ്ങളെയൊക്കെ നമ്മളൊന്ന് ഓർക്കണം. ജന്മം തന്ന അമ്മയെ, തിരുസഭ എന്ന അമ്മയെ, പരിശുദ്ധ അമ്മയെ. എന്നിട്ട് ഈ പള്ളിപ്പുറത്തമ്മയുടെ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ 2025 എനിക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട മനുഷ്യനായിട്ട് മാറാൻ പറ്റുമോ? എനിക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട കരുണ കാണിക്കാൻ പറ്റുമോ? എൻ്റെ ചുറ്റുമുള്ള സഹോദരങ്ങളെ വേർതിരിവുകളില്ലാതെ എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുമോ? ഇരയാക്കപ്പെടുന്ന മനുഷ്യരുടെ കൂടെ മാതാവ് നിന്നതുപോലെ എനിക്ക് നിൽക്കാൻ പറ്റുമോ? ജീവിതം ഇപ്പോഴും ആർദ്രമായ കലർപ്പില്ലാത്ത സ്നേഹം കൊണ്ട് ജീവിത യോഗ്യമാണെന്ന് മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കാൻ പറ്റുമോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ മറിയത്തോളം വന്നില്ലെങ്കിലും നമ്മുടെ അമ്മയോളം വന്നില്ലെങ്കിലും കുറച്ചും കൂടി മനുഷ്യപ്പറ്റുള്ള നിറിവുള്ള അമ്മമാരായിട്ട് നമുക്ക് മാറാം. അതിന് കന്യാസ്ത്രീ അമ്മമാരാകണം എന്നില്ല. അതിന് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയോ അൽഫോൺസാമയോ ആകണം എന്നില്ല. തലയിൽ കിരീടം വച്ചിരിക്കുന്നവർക്കും തട്ടമിട്ടിരിക്കുന്നവർക്കും സാരിയിലും ചുരിദാറിലും ഇരിക്കുന്നവർക്കും ഷർട്ടിട്ടിരിക്കുന്നവർക്കും ഒക്കെ അമ്മമാരായിട്ട് മാറാൻ പറ്റും. പിതാവായ ദൈവം കാണിച്ചു തന്ന മാതൃത്വവും പിതൃത്വവുമുള്ള കരുണയുടെ സ്നേഹം കൊണ്ട് ജീവിക്കാൻ പറ്റും. സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ കുറേ നൊസ്റ്റാൾജികളും എൻ്റെ കുറേ മണ്ടത്തരങ്ങളും പിന്നെ കുറച്ച് നുണകളും കൊണ്ട് ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എങ്കിലും ഈ പള്ളിപ്പുറത്തമ്മയുടെ തിരുമുറ്റത്ത് വരാനും ഈ തിരുനാളിൻ്റെ ഭാഗമാകാനും കഴിഞ്ഞതിന് ഒത്തിരി നന്ദി. ഇവിടേക്ക് കടന്നു വരുന്ന ഈ തിരുനാൾ ഒന്നു ചേർന്ന് ആഘോഷിക്കുന്ന ഇടവക സമൂഹത്തിന് മുഴുവൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ തിരുനാളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡടിച്ച് വെടിക്കെട്ട് നടത്തി ചെണ്ടയും നടത്തി പ്രദക്ഷിണം നടത്തി തീർത്തു പോകാതെ കുറച്ചെങ്കിലും ജീവിതത്തിൻ്റെ പരിവർത്തനം പറ്റുന്ന നല്ല ഒരു തിരുനാളായി മാറട്ടെ, തിരിഞ്ഞു നോട്ടങ്ങളായി മാറട്ടെ. മാതാവ് എന്നും പൊള്ളിക്കുന്ന പ്രചോദനവും ഇന്നും ലൈവായ റെലവൻ്റായ ജീവിത സാക്ഷ്യവും ചോദ്യവുമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുനാളിന് ആശംസകൾ. ഒപ്പം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.